കൂർഗിലെ ബാംബു ഫോറസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി. ഇരുളിമ പടർന്ന ആ വനം മനസ്സിൽ പ്രത്യേകമായ ഒരു ശാന്തി നൽകി. കൂർഗിൻ്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കൊത്തുപണികളും പെയിൻറ്റിങ്ങുകളും ആൾരൂപങ്ങളുമൊക്കെ ആ വനത്തിന് പ്രത്യേകമായ ഒരു നിറവും ജീവനും കൊടുത്തു. പ്രതീക്ഷിച്ചതിലധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി അടുത്ത കാഴ്ച മടിക്കേരിയിലെ രാജാ സെറ്റ് ഗാർഡനാണ്. കൂർഗിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു. പെണ്ണുങ്ങൾ മാത്രമല്ല, പ്രകൃതിയും സുന്ദരമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. വയനാട്ടിലെ കാലാവസ്ഥയാണിവിടെ. ഹിന്ദി നടി രശ്മിക മന്ദാനയുടെ നാടാണത്രേ കൂർഗ്. ആളുകൾ പൊതുവെ സമാധാനപ്രിയരാണ്. റോഡിൻ്റെ വശങ്ങളിൽ നിറയെ കാപ്പിത്തോട്ടങ്ങൾ കാണാം. കാപ്പിയാണ് ഇവരുടെ പ്രധാന കൃഷി. സമുദ്രനിരപ്പിൽ നിന്നും 1170 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഭൂപ്രകൃതി മൂലം ഇന്ത്യയിലെ സ്കോട്ട്ലാൻഡ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കാഴ്ചകൾ കണ്ട് രാജാ സീറ്റ് ഗാർഡനിൽ എത്തിയതറിഞ്ഞില്ല. രാജാ സീറ്റ് എന്നതിൻ്റെ അർത്ഥം രാജാക്കന്മാരുടെ ഇരിപ്പിടമെന്നാണ്. കൂർഗിലെ രാജാക്കന്മാർ ചുറ്റുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്ന സ്ഥലമായതിനാലാണ് രാജാ സീറ്റ് ഗാർഡൻ എന്നറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിന് ഇടതുവശത്തായി ഒരു ഗാന്ധി മണ്ഡപമുണ്ട്. ഗാന്ധിജിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഇഷ്ടിക കൊണ്ടും കുമ്മായം കൊണ്ടും നിർമ്മിച്ച ഘടനയാണിത്. മുന്നോട്ട് നടക്കുമ്പോൾ ധാരാളം ചെടികളും പൂക്കളും ഒക്കെ കാണാം. ആന, പുലി, ദിനോസർ, മാൻ തുടങ്ങി ധാരാളം മൃഗങ്ങളുടെ പ്രതിമകൾ ഈ ഉദ്യാനത്തിന് പ്രത്യേകമായ ഒരു ആകർഷണം നൽകുന്നുണ്ട്. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിനോദത്തിനായി പൂന്തോട്ടത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു ടോയ് ട്രെയിൻ ക്രമീകരിച്ചിട്ടുണ്ട്. സാഹസിക വിനോദമായ സിപ്പ് ലൈനും ഇവിടെ ഉണ്ട് കേട്ടോ. രാജാ സീറ്റ് ഗാർഡൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ വ്യൂ പോയിൻ്റാണ്. കൂർഗ് മുഴുവൻ കാണാം അവിടെ നിന്നാൽ. ഇരുന്ന് കാണാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. കാഴ്ചകൾ കാണാനായി തന്നെ അവിടെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. വശങ്ങളിലൊക്കെ പല നിറത്തിലുള്ള ഇലച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായി കാഴ്ചകൾ കണ്ടു നിൽക്കുന്നു. കുറേ പേർ മുകളിലാണെങ്കിൽ കുറേ പേർ താഴെയാണ്. നല്ല തണുത്ത കാലാവസ്ഥയിൽ എത്ര നേരം വേണമെങ്കിലും ആ കാഴ്ചകൾ കണ്ട് നമ്മൾ അവിടെ ഇരുന്ന് പോകും. കൂർഗിനോട് വിട പറഞ്ഞ് സുള്ളിയ, മാംഗ്ലൂർ, ഉഡുപ്പി വഴി ഞങ്ങൾ മുരുഡേശ്വറിലേക്കാണ് പോകുന്നത്. വഴിയോര കാഴ്ചകൾ കണ്ട് മുരുഡേശ്വർ എത്തിയപ്പോൾ രാത്രിയായി. മുരുഡേശ്വർ ശിവക്ഷേത്രം കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. രാത്രി ആയതുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ വ്യക്തമായി കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടത്തോടെ വിശേഷങ്ങൾ പറയാം. ദൂരെ നിന്ന് തന്നെ വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ക്ഷേത്രം നമുക്ക് കാണാം. തൊട്ടടുത്ത് അറബിക്കടൽ. ബീച്ചിൽ നിന്നുള്ള ക്ഷേത്ര ദർശനം മനോഹരമായ കാഴ്ചയാണ്. ക്ഷേത്രത്തിന് മുൻപിൽ 20 നിലയുള്ള ഒരു രാജഗോപുരമുണ്ട്. ഇത് ഇന്ത്യയിലെ തന്നെ ഉയരം കൂടിയ ക്ഷേത്രഗോപുരങ്ങളിൽ ഒന്നാണ്. ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സംവിധാനമുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞങ്ങൾ കയറിയില്ല. 123 അടിയുള്ള ശിവപ്രതിമയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇത് ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ പ്രതിമയാണ്. താഴെ നിന്ന് നോക്കിയാൽ പ്രതിമ നമുക്ക് പൂർണ്ണമായും കാണാൻ പ്രയാസമാണ്. പ്രതിമയുടെ ഉള്ളിൽ ഒരു മ്യൂസിയമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പകൽ തിരക്കുകൾ കൊണ്ടോ രാത്രി ആയതുകൊണ്ടോ എല്ലാവരും ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. പകൽ സമയത്ത് മുരുഡേശ്വർ ക്ഷേത്രം കാണാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖം ഇപ്പോഴും ബാക്കി.
മുരുടേശ്വറിലായിരുന്നു അന്നത്തെ താമസം. ഭക്ഷണം കഴിച്ച് നേരത്തെ തന്നെ എല്ലാവരും കിടന്നു. രാവിലെ യാത്ര പുറപ്പെടേണ്ടതാണ്. ഗോവയാണ് അടുത്ത ലക്ഷ്യം. ഗോവ കാണാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു. അവിടുത്തെ ബീച്ചും പുരാതന പള്ളികളുമൊക്കെ കാണണം. ഗോവയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളും പറയണം.